എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക ഇതുവരെ ഇതിനോടകം തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ വളരെ പഞ്ചായത്തോടുകൂടി തുടങ്ങിയിരിക്കുന്ന എല്ലാ പരിപാടികളും ആ പരിപാടികൾ പുരോഗമിച്ച് 10 മണി കഴിഞ്ഞ് 10:30 കർത്തവ്യബോധത്തിലേക്കാണ് അതിൻ്റെ ആത്യന്തികമായ പരിപാടികളിലേക്ക് പോവുക. അവിടെയാണ് രാജ്യത്തിൻ്റെ സേനാഭിമാനമടക്കം വിളിച്ചോതുന്ന പരേഡ് അവിടെ തുടങ്ങാൻ പോകുന്നത്. കേരളത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലാണ് പരിപാടികൾ പുരോഗമിക്കുന്നത്. അത് പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ 9 മണി മുതൽ തന്നെ വന്നു തുടങ്ങിയാണ് ദൃശ്യങ്ങൾ. അത് എല്ലാ സ്ഥലങ്ങളിലും പുരോഗമിക്കുകയുമാണ്. കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം എന്നുള്ളതാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയുള്ള റിപ്പബ്ലിക് ദിന ആഘോഷം എന്നുള്ള പ്രത്യേകതയുണ്ട്. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറ്റക്കാരെ അല്പസമയം മുൻപാണ് സൈന്യം പിടികൂടിയത്. ഡൽഹി പോലീസും കേന്ദ്രസേനകളും ചേർന്ന് ഒരുക്കുന്നത് പഴുതില്ലാത്ത സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തും സമാനമായ രീതിയിലുള്ള ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദ് സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. 10:30ക്കാണ് കർത്തവ്യബോധത്തിലെ ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ്. അതിൽ ഇക്കുറി വ്യത്യസ്തമായ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് യുദ്ധമുഖത്ത് ഏത് രീതിയിൽ സൈന്യം ഇറങ്ങുന്നു അതേ തോതിലുള്ള ഒരു ഫോർമേഷൻ ഇതാദ്യമായി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു സ്പെഷ്യലാണ്. ഇക്കുറിയുള്ള റിപ്പബ്ലിക് ദിന പരേഡിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ആ സർപ്രൈസിലേക്ക് അടക്കം എന്തൊക്കെ സർപ്രൈസുകളുണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.